ഹലോ എവ്രി വൺ. അപ്പോൾ മണാലിയിലെ ഡേ 2ൻ്റെ പാർട്ട് 2 വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരെല്ലാവരും കാണുക. അതിൽ ഹിഡിംബ ദേവി ടെമ്പിളും വൻവിഹാറും ഓൾഡ് മണാലിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതാ നാഗർകാസ് എന്ന് പറഞ്ഞ പ്ലേസിലെത്തിയിട്ടുണ്ട്. കുന്നിൻ്റെ മേലെയിലുണ്ട് അല്ലേ? ആ, ഇവിടെയുണ്ട് കുറച്ച് ഷോപ്പ്, കുറച്ചേ ഉള്ളൂ. ഐസ് നല്ല ഉറക്കാല്ലേ? എന്താ അവരെന്തല്ലോ ആചാരം. ഇത് ബേക്കറി, ഇതാ ഹോം മെയ്ഡ് ബേക്കറി. ഇവിടെ മെയിനായിട്ട് ഈ പൂളോണ്ടുള്ള സംഭവം തന്നെയല്ലേ? കാസ്റ്റിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഇവിടെ ആട്ടോ. എൻട്രി ഫീ വരുന്നത് 50 റുപ്പീസാണ്. ടൈം ഇവിടെ എഴുതിയിട്ടുണ്ട് 9 AM to 6 PM. ഇവിടെ നിന്ന് ജീപ്പ് എടുക്കുന്നില്ല അല്ലേ? എന്താണ് സ്ട്രൈറ്റാ? വാ വാ ഇച്ചിന് വാക്കാം. ആ വാങ്ങിക്കാം. അടുത്ത് ഇത് ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇവിടെ ബോർഡ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നിയറസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കാര്യങ്ങളെല്ലാം ഡിസ്റ്റൻസ് ഫ്രം നാഗർകാസിൽ എഴുതിയിട്ടുണ്ട്. ഐസ് ഇതൊക്കെയാ ഒറിജിനൽ ഇരിക്കും. അയാളാട് ഫോട്ടോ എടുത്ത് എത്രയും നിൽക്കും. അത് ഹോട്ടലാ? ഫോട്ടോ കിട്ടിയായിരുന്നു. ഇത് ഹോട്ടൽ റിസപ്ഷൻ. ഇങ്ങോട്ടേക്കല്ലേ? ഓ, ഇതാ സംഭവമായിട്ട് ഇവർക്ക് നമ്മുടെ ഫോട്ടോസ് എടുക്കുന്നത്. കാണുന്നത് നോക്കാൻ കഴിഞ്ഞില്ല വെയിലാണ്. ഞങ്ങളിവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ഉച്ച ആ ഒരു ടൈമിലാട്ടോ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിയത്. കാണുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അവിടുത്തെ ആർട്ട് ഗാലറിയിലേക്കാട്ടോ പോയത്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് അവിടത്തേക്ക്. ആയതുകൊണ്ട് ആദ്യമായിട്ടോ ക്രിസ്മസ് ആയിട്ട് ഒരു ഡെക്കറേഷൻ കണ്ട്. ആർട്ട് ഗാലറിയിലാ? ആ, ക്രിസ്മസ് ആയിട്ട് ഇന്നാ കേട്ടോ കണ്ട്. അന്ന് തിരിച്ചു വരുമ്പോൾ അവിടേക്ക് കയറാം അല്ലേ? ഓക്കെ. പക്ഷെ ഇവിടെ നല്ല നല്ല എന്താ ലോക്കൽ ട്രോട്ട് ഫിഷ്. നല്ല നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ ഹിഡിംബ ടെമ്പിൾ പോലെ തന്നെ ഇല്ലേ? ഏകദേശം ഇതും വേറെ ഏതൊരു ടെമ്പിളാണ്, പക്ഷെ ആരും ഇല്ല.
അപ്പോൾ ഓരോ ടൈമിലായിരിക്കും ഇവരുടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഉണ്ട്, സെയിം ആഴ്ച ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ. നാഗർ കാസിൽ നിന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ആർട്ട് ഗാലറിയിലേക്ക്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഇവിടെയും കുറേ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. താഴെ ഇറങ്ങാം കേട്ടോ, ഇതിൻ്റെ ഇതിലോട്ടൊരു സ്റ്റെപ്പ് പോലെ ഉണ്ട്, താഴെ ഇറങ്ങാൻ വേണ്ടി പറ്റും. നോക്കട്ടെ. മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടോ ഈ വീട്ടിനെല്ലാം മേൽക്കൂരയിൽ മേലയിൽ നമ്മളെല്ലാം ഓടല്ലേ സാധാരണ, ഇതെന്തോ ഒരു മാർപ്പിൾ, ഒരു കടപ്പൻ്റെ ഒരു പീസ്, കള്ളിൻ്റെ ഒരു പീസ് പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ. ആക്കിയത് നോക്കിയാൽ ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് എന്തോ സെലിബ്രേഷൻ ആട്ടോ. എല്ലാ കുട്ടികളുടെ കയ്യിലും ഇങ്ങനെ ഒരു കവറുണ്ട് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലെ വ്യൂ ഉണ്ടോ ഇങ്ങനെ? ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 50 റുപ്പീസ്. ചിൽഡ്രന് ഫ്രീ ആണെന്ന് തോന്നുന്നത്. ഐജിക്ക് പൈസ എടുത്തിട്ടില്ലല്ലോ. നല്ല സീറ്റിലിരിക്കും. ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. കുറച്ച് മേനോട് റെസ്റ്റ് എടുക്കാം, 2 ഇഞ്ച് ഇരിക്കട്ടെ. ഇത് അവിടുത്തെ ഒരു ഫാമിലി, റോറിച്ച് ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഫാമിലിൻ്റെ ഒരു വീടാണ് കേട്ടോ. ഇതിപ്പം മ്യൂസിയം ആയിട്ടുള്ളത്. അപ്പോൾ ഇതാട്ടോ ആ മ്യൂസിയത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ. അടിപൊളിയല്ലേ? ഷൂസ് എല്ലാം റിമൂവ് ചെയ്ത് ഇവിടെ അത്യാവശ്യം ഇപ്പോൾ തിരക്കായി. ഞാനപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിലാട്ടോ അവിടുന്ന് പറഞ്ഞത് ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ജസ്റ്റ് കാണുക മാത്രം ചെയ്തു. നമുക്കറിയില്ല. അപ്പോൾ ഈ മ്യൂസിയത്തിൽ ഇത്രയേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ കാണുന്ന ഇതാട്ടോ ഒരു ആർട്ട് എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെയിലും ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറി നോക്കി. പിന്നെ മെയിനായിട്ടുള്ള ആർട്ട് ഗാലറി എന്ന് പറഞ്ഞാൽ ഇതല്ല കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോകാനുണ്ട്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ആ വീഡിയോ മിസ്സിങ് ആണ്. എനിക്ക് തോന്നുന്നത് ഞാൻ വീഡിയോ റെക്കോർഡ് ഓണാക്കാൻ വിട്ടുപോയി എന്നാട്ടോ തോന്നുന്നത്. അപ്പോൾ അവിടെയും പോയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം 2-3 ഷോപ്പ് അത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ടിബറ്റൻ മോൺസ്റ്ററിലേക്കാട്ടോ പോയത്. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ഈവനിങ് ആ ഒരു ടൈമിലാട്ടോ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വരുന്നത് ഈ മാൾ റോഡിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ഈ ഒരു മോൺസ്റ്റർ വരുന്നത്. പിന്നെ ഞങ്ങൾ ഷൂസൊക്കെ അയച്ച് അകത്തേക്ക് കയറി. ഫോട്ടോഗ്രാഫി ഇവിടെ ഫീ ഉണ്ട് കേട്ടോ. 20 രൂപ ഞങ്ങൾ കൊടുക്കണം ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്.
ഇവിടെ വെച്ചിട്ട് കുറേ മലയാളീസിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ കുറച്ച് ടൈം ഇവിടെ റെസ്റ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഷോപ്പിങ്ങിനേക്ക് പോകട്ടോ ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. ഫുള്ള് ഷോപ്പാട്ടോ. ഇതാട്ടോ മാൾ റോഡ് വരുന്ന ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട്. അത്യാവശ്യം റേറ്റും ഉണ്ട് ഇവിടെ. സീസൺ ആയതുകൊണ്ടായിരിക്കും. നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇവിടെ ഫുൾ കോട്ടാണ്. വണ്ടിൻ്റെ മേലെല്ലാം ഉണ്ട് കേട്ടോ. സ്ഥലമില്ലായിട്ടേക്കും. ഓൾസോ 2 പീസ് 500. ജാക്കറ്റിനാ ഞാൻ നടന്നോ? ഞാനും വരുന്നുണ്ട്. 2 മണിക്ക് ശേഷം കേട്ടോ ഇവിടുത്തെ. 2 മണിക്ക് ശേഷം ഇവിടുത്തെ മാർക്കറ്റ് ഓപ്പണാ. കേൾക്കുന്നില്ല. പിന്നെ ഈ ഒരു ഏരിയയിൽ കാറുകളൊക്കെ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേനു. ഫുള്ള് ബ്ലോക്ക് ആയിട്ടേനു ഉണ്ടായത്. ഇത്ര ഇഷ്ടം പോലെ കാറും ബൈക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഷോപ്പിംഗ് ആണ്. അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അത് അവിടെ തന്നെ ഒരു വീഡിയോ ആയിട്ടുണ്ട്. അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ ഈ മാൾ റോഡിൽ. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാനിടാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുവരെ ബൈ ബൈ.